അയ്യ വണക്കം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടത്തുള്ള രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ MBS ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവേ MBS എന്ന് പറയുമ്പോൾ നമുക്കിടയിലൊക്കെ നല്ല ഒരു പുരോഗമനവാദിയുടെ ഒരു മുഖമാണ് ഉള്ളത്. പുരോഗമനവാദിയുടെ മുഖം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് MBS അനുവദിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം ഗംഭീരമാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു, സ്ത്രീകൾക്ക് അഭയ വേണ്ട, അതായത് ഇനി മുതൽ പർദ്ദ അവിടെ ധരിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ഉത്തരവുകൾ കൊണ്ടുവരുന്നു. സൗദി അറേബ്യയിൽ നിയോം സിറ്റി കൊണ്ടുവരുന്നു. 2030 സൗദി അറേബ്യ കുറച്ചുകൂടെ പുരോഗമനാത്മകമാകും എന്ന് MBS പ്രഖ്യാപിക്കുന്നു. പോരാത്തതിന് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അവിടെ ഏറ്റവും അധികം വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവയ്പ് MBS നടത്തുന്നു എന്ന് പറയുമ്പോഴും ഈ സൈഡിൽ പറയുമ്പോഴും ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. ഈ സൈഡിൽ MBSൻ്റെ ഒരു ക്രൂരമായ മുഖം ആരുമറിയാതെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ സൗദി മറച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. ആ ക്രൂരമായിട്ടുള്ള മുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മുഖമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രധാനമായിട്ടും MBS എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നില്ല. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും സൗദിയിൽ കടന്ന് വാദിച്ചാൽ അവനെ കുത്തി നിർത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പല മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലടക്കം അത് കൊടുത്തതാണ്. പല സുഡാപ്പികളും ഇവിടെ കിടന്ന് MBSനെ പച്ചത്തെറി വിളിച്ചതുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സുഡാപ്പികൾ MBS എന്ന് പറയുന്ന വ്യക്തി അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇവന്മാരുടെ മനസ്സിലാണ് ഇവിടെ ആദി എന്ന് പറയുന്നത്. കാരണം അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം സൗദി മാറുന്നു എന്നുള്ളൊരു സെറ്റപ്പ് വരുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികൾ പറയുന്നത് ഇവൻ യഥാർത്ഥ ഇസ്ലാമല്ല എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അങ്ങനെയുള്ള ഈ ഒരു MBSൻ്റെ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് ദ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു പത്രത്തിന് ഒരു സ്ത്രീ ഒരു ബൈറ്റ് കൊടുത്തു. ഈ ബൈറ്റ് കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ സൗദിക്ക് ഇങ്ങനെ ഒരു, അതായത് MBSന് ഇങ്ങനൊരു ക്രൂരമായിട്ടുള്ളൊരു മുഖമുണ്ട് എന്ന് പല ആൾക്കാരും തിരിച്ചറിയുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദാൽ അൽ റിയ എന്ന് കേട്ടിട്ടുണ്ടോ? ദാൽ അൽ റിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ പല മാധ്യമങ്ങളിലും അത് കൊടുത്തിരിക്കുന്നത് ഒരു കെയർ ഹോം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കെയർ ഹോം ആയിരിക്കും ഈ ദാൽ അൽ റിയ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എന്താണ്? ദി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു പത്രത്തിന് ഈ ദാൽ അൽ റിയയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഈ സ്ത്രീ അവിടെ പറയുന്നത്. ഒരുപക്ഷേ ISIS ക്യാമ്പിൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഈ ദാൽ അൽ റിയയിൽ നടക്കുന്നത് എന്ന് ഈ സ്ത്രീയുടെ ബൈറ്റ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഈ സ്ത്രീകളുടെ ആത്മാവിനെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ മുഹമ്മദ് ബിൻ സൽമാനെ ഈ ഗാർഡിയൻ എന്ന് പറയുന്ന മാധ്യമം പോർട്രേ ചെയ്യുന്നത്. സ്ത്രീകളുടെ ആത്മാവിനെ തന്നെ പീഡിപ്പിച്ച് അവരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ഒരു മാന്യതയുമില്ലാത്ത ആൾക്കാരായി ട്രീറ്റ് ചെയ്യുന്ന MBSൻ്റെ ഒരു മുഖമാണ് ഇവർ പുറത്തേക്ക് വയ്ക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ദാൽ അൽ റിയ എന്ന് പറയുന്ന ഈ കെയർ ഹോമിൽ എന്തോ ഒന്ന് സ്ത്രീകൾക്ക് രഹസ്യമായി നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ലോകമാധ്യമങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു നരകമാണ് MBS അവിടെ പടുത്തുയർത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ദാൽ അൽ റിയ എന്തിനുള്ളതാണ്? ഏത് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ്? അതായത് പുരുഷനെ അനുസരിക്കാത്ത സ്ത്രീ. ഈ പുരുഷനെ അനുസരിക്കാത്ത ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്കെതിരെ പുരുഷൻ അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാം. അതായത് പുരുഷൻ എന്ത് ചെയ്യാം? ആ സ്ത്രീയെ അവിടെ ദാൽ അൽ റിയയിൽ കൊണ്ടാക്കാം. ഈ ദാൽ അൽ റിയയിൽ എങ്ങനെയാണ് ഈ സ്ത്രീയെ കൊണ്ടാക്കുന്നത്? ഒരു യുദ്ധ കുറ്റവാളി, അതായത് യുദ്ധ തടവുകാരിയെ പോലെയാണ് ഈ ദാൽ അൽ റിയയിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടാക്കുന്നത്. ശേഷം ആ സ്ത്രീക്ക് അവിടെ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, ഈ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപണമുണ്ടായാൽ ദാൽ അൽ റിയയിൽ കൊണ്ടാക്കാം. ഈ സ്ത്രീ ഒരു പുരുഷനെ അനുസരിക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ദാൽ അൽ റിയയിൽ കൊണ്ടാക്കാം. ഈ സ്ത്രീ സ്വന്തം അച്ഛനെയോ മകനെയോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയോ അനുസരിക്കുന്നില്ലെങ്കിൽ ദാൽ അൽ റിയയിൽ കൊണ്ടാക്കാൻ. മറ്റത് തന്നെ മനുസ്മൃതി. ഇവിടെയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ സാംസ്കാരിക നായകരും അവരെ കൂടെ ചേർന്ന് നിന്ന് സുഡാപ്പികളും നിരന്തരം പറയുന്ന കാര്യമാണ്. എന്താണ്? പിതാ രക്ഷതി ഭാര്യയെ, ഭർത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി കൗമാരെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ളത്, നമ്മുടെ രാജ്യം പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ രാജ്യം എന്ത് ചെയ്യുകയാണ്? പിന്നോട്ടടിക്കുകയാണിത്. ഈ മനുസ്മൃതി വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നത് എന്നൊക്കെ ഇവിടെയുള്ള ദളിത് സമൂഹത്തിൻ്റെ കാതിൽ ഓതിക്കൊടുത്ത് അവരെ ഒരു സെപ്പറേറ്റ്, നിങ്ങളൊരു സെപ്പറേറ്റ് വിഭാഗമാണ്, നിങ്ങൾ ഹിന്ദുക്കളൊന്നുമല്ല എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഭർത്താവ് അല്ലെങ്കിൽ പുത്രൻ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ
പറയുന്നത് അനുസരിക്കാത്ത സ്ത്രീകളെ ദാൽ അൽ റിയയിൽ കൊണ്ടാക്കാം. അപ്പോൾ ഈ ദാൽ അൽ റിയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഈ ദാൽ അൽ റിയയിലേക്ക് ഒരു സ്ത്രീ പ്രവേശിക്കുമ്പോൾ ആ സ്ത്രീ കന്യകയാണോ എന്ന് പരിശോധിച്ചിട്ടാണ് അവിടെ തൊട്ട് തുടങ്ങുകയാണ്. അതായത് സ്ത്രീകളെ പരിഷ്കരിച്ച ഒരു സ്ത്രീയാണ് ദാൽ അൽ റിയയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാണ് സൗദി അറേബ്യയുടെ നിയമങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീയെ പരിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പരിഷ്കരിച്ച സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, സ്വന്തം കാലിൽ നിലനിൽപ്പുള്ള, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള, കുടുംബം പോറ്റുന്ന, വേണമെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൂടെ നോക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് നമ്മുടെ നാട്ടിൽ എന്താണ് വളരെയധികം പുരോഗതിയുള്ളൊരു സ്ത്രീയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് പോലും ഒരു സ്ത്രീയാണ്, ദ്രൗപദി മുർമു. അതൊരു ദളിത് സ്ത്രീയാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഈ ദാൽ അൽ റിയയിൽ പരിഷ്കരിച്ച സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ അങ്ങേയറ്റം കർക്കശമായി അനുസരിക്കുന്ന, പുരുഷന്മാരെന്തു പറഞ്ഞാലും മറുത്തൊരു വാക്ക് പറയാത്ത, ഒരു പുരുഷനെ സ്നേഹിക്കുന്ന സ്ത്രീ ആ പുരുഷനെ വിട്ട് വേറൊരു പുരുഷനെ സ്നേഹിക്കാനോ ചിന്തിക്കാനോ പോലും പാടില്ല, ഈ പുരുഷൻ മരണപ്പെട്ട് കഴിഞ്ഞാലും. അപ്പോൾ ഇങ്ങനൊരു രീതിയിലുള്ള ഒരു പരിഷ്കരണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ പരിഷ്കരണം നടത്തിയ സ്ത്രീകളാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഈ ദാൽ അൽ റിയയിൽ പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഈ കന്യകാ പരിശോധനയ്ക്കായിട്ട് ആദ്യം ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ, ദാൽ അൽ റിയയിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾ പോയി ആത്മഹത്യ ചെയ്യും എന്നാണ് ഈ ഗാർഡിയന് ബൈറ്റ് കൊടുത്ത ആ സ്ത്രീ സാൽ അൽ യാഹിയ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നത്. ഇപ്പോൾ സാൽ അൽ യാഹിയ പറയുന്നത് അവിടെ എത്തുന്നതിന് മുമ്പേ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഈ സ്ത്രീകളെ നിരന്തരമായി ചാട്ടവാറടിക്ക് അവിടെ വിധേയമാക്കുമെന്നുള്ളതാണ്. നിരന്തരമായി ഇവർ ചെയ്ത കുറ്റം എണ്ണി പറഞ്ഞ് ചാട്ടവാറടിക്ക് വിധേയമാക്കും. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കാത്ത സ്ത്രീകളെ സമ്പൂർണ്ണമായിട്ട് നഗ്നയാക്കിയിട്ടാണ് ചാട്ടവാറടിക്ക് വിധേയമാക്കുന്നത്. ഇവർ പരിഷ്കൃതമായിട്ടുള്ള സ്ത്രീകളാകുന്നത് വരെ ഇത് തുടരും എന്നാണ് ഇവർ പറയുന്നത്. പോരാത്തതിന് MBS കെയർ ഹോമുകളുടെ യാഥാർത്ഥ്യം ഇതാണ് എന്നും ആ സ്ത്രീ ഗാർഡിയനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. വ്യക്തിത്വം രൂപീകരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് വ്യക്തിത്വം ഒരു സ്ത്രീക്ക് രൂപീകൃതമായി എന്ന് തോന്നുന്നത് വരെ പീഡിപ്പിക്കും. അതാണ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഈ സ്ത്രീക്ക് കൃത്യമായ വ്യക്തിത്വം രൂപപ്പെട്ടു എന്ന് തോന്നുന്നത് വരെ പീഡിപ്പിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഇവിടെ നശിപ്പിച്ച് കളയുകയാണ്. ഈ സ്ത്രീ ഒരു അടിമ സ്ത്രീയെപ്പോലെ ആയി, ഒരു പുരുഷൻ ഒരു അടിമ സ്ത്രീയെപ്പോലെ ആയി, ഒരു മരിച്ച ഒരു ശവം പോലെയായി എന്ന് തോന്നുന്ന ആ സാഹചര്യത്തിൽ അതാണ് സൗദി അറേബ്യയിലെ ദാൽ അൽ റിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഷ്കരിച്ച സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം എന്നാണ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത്. പോരാത്തതിന് ആ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിനും, അതായത് കന്യകാത്വ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾ അവിടെ ആത്മഹത്യ ചെയ്യുന്നു. ഈ വർഷം അവിടെ ജൂണിൽ അത്തരമൊരു പരിചരണ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ ചാടാൻ ശ്രമിക്കവേ ജനാലയിൽ തൂങ്ങിക്കിടന്ന് അവിടെ നിന്നും താഴേക്ക് വീണ് മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നും ഈ സ്ത്രീ വെളിപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് വേറെ സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല. അതായത് ഒരു വീട്ടിലുള്ള സ്ത്രീ മറ്റൊരു വീട്ടിലുള്ള സ്ത്രീയോട് സംസാരിച്ചാൽ പോലും ഈ ദാൽ അൽ റിയയിലേക്ക് കൊണ്ടുവരും. കാരണം അവർ ലെസ്ബിയൻ ആണെന്ന് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് ദാൽ അൽ റിയയിൽ കൊണ്ടുവന്ന് ഈ സ്ത്രീയെ ഒരു പരിഷ്കൃതമായിട്ടുള്ള സ്ത്രീയാക്കി തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് പുരുഷന്മാരെ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സ്ത്രീയെ പരിഷ്കൃതമായിട്ടുള്ള സ്ത്രീയാക്കി നിർത്താനും കന്യകാത്വ പരിശോധന നടത്താനും ചാട്ടവാറടിക്കും. സ്ത്രീയുടെ മനസ്സിൽ എന്താണുള്ളത് എന്നുള്ളത് പുറത്തേക്കെടുക്കാനും സ്ത്രീകൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു. അവിടെ ഈ മയക്കുമരുന്ന് കൊടുത്താണ്, സ്ത്രീകളെ മയക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒരു സ്ത്രീയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് മയക്കുമരുന്ന് കൊടുത്തി മയക്കി അതിനുശേഷമാണ് കന്യകാത്വ പരിശോധനയും സ്ത്രീയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, ഈ സ്ത്രീ ലെസ്ബിയനാണോ, എന്താണ് ഇവിടെ സെക്ഷുവാലിറ്റി എന്നൊക്കെ അവർ യഥാർത്ഥത്തിൽ ചികഞ്ഞെടുക്കുന്നത് എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു കെയർ ഹോം ഈ മുഹമ്മദ് MBS എന്ന് പറയുന്ന പുരോഗമനാത്മകമായിട്ടുള്ള ഇദ്ദേഹം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ദാൽ അൽ റിയ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ ലോകമാധ്യമങ്ങളിലും ഇപ്പോൾ കൂടുതലായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ശരി.